ഗായ്സ്, എല്ലാവർക്കും സഹയാത്രികയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു എഗ്മോറിലേക്കുള്ള ലോക്കൽ ട്രെയിനിന് വേണ്ടി ഞങ്ങൾ MGR സ്റ്റേഷൻ മൊത്തം വലം വെച്ച് ഓരോരാളോട് ചോദിക്കുമ്പോൾ ഓരോന്നാ പറയുന്നു. അങ്ങനെ കറങ്ങി അവസാനം കിട്ടി. ഇനി ഇവിടുന്ന് എഗ്മോർ പോകണം, എഗ്മോറിൽ നിന്ന് പോണ്ടിശ്ശേരി. എന്നാലും ഒരാളും മര്യാദക്ക് ഇന്നലെ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. കിളി പറയട്ടില്ല എല്ലാവർക്കും. ചെന്നൈയിൽ പൊതുവൊരു രക്ഷയില്ല. ഞങ്ങള് പുതുച്ചേരി എത്തി. നല്ല അടിപൊളി ട്രെയിൻ ജേണി ആയിരുന്നു. കാരണം രണ്ട് സൈഡും നല്ല പച്ചപ്പും ഗ്രാമത്തിലൂടെയുള്ളതായിട്ട് നല്ല ജേണി ആയിരുന്നു. പിന്നെ ഇന്ന് ഉച്ചക്കത്തെ വീഡിയോ 12 മണിക്ക് വരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല. ഒരു 10 മിനിറ്റ് മുന്നെയാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്ലോഡ് ചെയ്തുകൊണ്ട് വെക്കുമെന്ന് 12 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിയുമെന്ന് അറിയില്ല. അപ്പം കഴിഞ്ഞില്ലെങ്കിൽ കറക്റ്റ് ടൈം വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാം വിചാരിച്ചത് നടക്കുന്നതാണ്. ഇനിയിപ്പം ആദ്യം എവിടെയെങ്കിലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ റൂം നോക്കണം. ഇവിടെ ചെറിയൊരു കട കണ്ടു. കുറേ ദിവസമായി ഇഡലി തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് ഗൈസ് ഇപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും തേങ്ങാപ്പാലുമാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷൻ നടന്ന് റൂം ഇന്നലെ നോക്കിയാ സാർ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തു. കുറച്ച് ചീപ്പ് റേറ്റിൽ കിട്ടി. അങ്ങോട്ടേക്ക് ബസ്സിന് പോകണമായിരുന്നു. ഇവിടെ കേരള ഫുഡ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. മലയാളി ആയിരിക്കണം. 3 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു. ആദർശ് പറഞ്ഞു നമുക്ക് ലിഫ്റ്റ് അടിച്ച് പോയാലോ എന്ന്. എന്നിട്ട് ഒരാളായിട്ട് ഒരുമിച്ച് എന്തായാലും ഞങ്ങൾ ഈ ലഗേജും വെച്ച് ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് ഒരു വണ്ടിയിലും കയറ്റാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് കടന്നു. എനിക്ക് ലിഫ്റ്റ് കിട്ടി, മെയിൻ റോഡ് എത്തി. ഇനിയിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്നു. അതെനിക്ക് ഞാൻ ആദർശനോട് ആ ഹോട്ടൽ ലൊക്കേഷൻ അയച്ചാൽ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഫുള്ള് എന്ന് പറഞ്ഞാൽ ഈ ഫോറിനേഴ്സ് വന്നിട്ട് ഒരു സൈക്കിളോ ബൈക്കോ എടുത്തിട്ട് ഫുള്ള് കറങ്ങലാണ്. നല്ല വണ്ടിയല്ലേ ഗൈസ്. അപ്പോൾ ഒരു ഇടവഴിയാണ് കണ്ടത്. അപ്പോൾ വഴി കറക്റ്റായിട്ട് മനസ്സിലാകാത്തപ്പം ഇദ്ദേഹം ഈ ചേച്ചി ഇവർ അതിൻ്റെ അടുത്താണ് താമസം. അപ്പോൾ ഇവരങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. Say hi. Hello. Hi from Canada. Hello. Your name, sir? I'm Norman. Norman. Lynette. Huh? Lynette. Lynette. Yeah. Okay. So ഇവർ കേരളത്തിലേക്കെല്ലാം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവർ താമസിക്കുന്നതിന് കുറച്ചുകൂടി മുന്നോട്ട് പോകാണ്ട്. ബട്ട് ഇവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ട അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. നല്ല ടീംസ് ആയിരുന്നു കേട്ടോ. അവർ എൻ്റെ ചാനൽ നോക്കിയിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വാങ്ങി അവർക്ക് മറ്റുള്ള പ്ലേസസിനെ പറ്റിയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും നല്ല ആൾക്കാരായിരുന്നു. ഭയങ്കര ടോക്കറ്റീവായിട്ട്. ഇങ്ങനത്തെ ആൾക്കാരെ കാണുകയെന്നില്ല. ഇനി നമ്മൾ ഈ ഒരു യാത്ര പുതിയ ആൾക്കാരെ കാണുക, പുതിയ ആൾക്കാരെ പരിചയപ്പെടുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ട്രാവലിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇങ്ങനത്തെ കുറേ ആൾക്കാരെ കണ്ടായിരുന്നു. പക്ഷേ അവരെ കാണുമ്പോൾ എനിക്കൊരു പേടിയാണ്, അങ്ങോട്ട് പോയിട്ട് എങ്ങനെയാണ് സംസാരിക്കുക എന്നൊക്കെ. അതുകൊണ്ടാണ് സംസാരിച്ച് ഞാൻ വീഡിയോയിൽ വരെ ഷൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവർ ഇങ്ങോട്ട് നിർത്തി ഭയങ്കര സംസാരമായിരുന്നു. ഒരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്. ഹലോ ഗായ്സ്, ഞങ്ങൾക്ക് അവസാനം അവിടുന്ന് റൂട്ട് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിരുന്നു. പക്ഷേ ഇവർ കറക്റ്റായിട്ട് ഞങ്ങളെ പിക്കപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അവർ പറഞ്ഞു തന്നു. പിന്നെ നമ്മളാ സൈപ്പിൻ്റെയും മദാമിൻ്റെയും കണ്ടു കഴിഞ്ഞ് ഞാൻ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ആദർശും റോജനും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. കുറച്ച് മുന്നോട്ടേക്ക് ഞങ്ങൾ ഹോൾഡ് ചെയ്തതിന് കുറച്ച് മുന്നോട്ടേക്കേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങളെത്തി. ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഹായ് ഹായ് വീട് കിസോട്. പേരെന്നെ പേര് சொல்லு. രുദ്രവേൽ. രുദ്രവേല. രുദ്രവേൽ. അപ്പം ഇത് ഇവിടെ ഉണ്ടായ ചേട്ടനാണ് നമുക്ക് റൂമെല്ലാം കാണിച്ചു തന്നത്. ഞങ്ങൾ booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. ഞാനെന്തായാലും ഈ വീഡിയോൻ്റെ താഴെ ഇവരെ നമ്പർ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു നോക്കിയിട്ട് പറ്റുമോ വരാം. നിങ്ങൾ ബാച്ചിലേഴ്സ് ആണെങ്കിലും
ഈ സോളോ ട്രാവലേഴ്സ് ആണെങ്കിലും ഇത് ആപ്റ്റാണ്. ഞാൻ ബാക്കിയുള്ള റൂമും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പം കാണിച്ചു തരാം. ഇത് മുകളിലാണ് വരുന്നത്. അതായത് നല്ല മുള കൊണ്ടും പിന്നെ അതേപോലെ കയറ് കൊണ്ടൊക്കെ കെട്ടിയത്. ആ സെക്ഷനും റൂമാണ്, ഇതും റൂമാണ്. 2 കയറാൻ വേണ്ടി ഇതേപോലെ തന്നെ സ്റ്റെപ്പുകൾ. ഇവിടെ തന്നെ ഇതാ മുകളിലേക്ക് കയറേണ്ട ഒരു വഴിയുണ്ട്. ഇത് കുറച്ചും കൂടി സെറ്റ് റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്ലഗ് പോയിന്റ്, ലൈറ്റ്, പിന്നെ ഒരു ഫാനും ഉണ്ടാവും. ഇപ്പം ഇവിടെ ഈ റൂമിൽ ആളില്ലാത്തതുകൊണ്ടായിരിക്കും. ഇത് കുറച്ചും കൂടി നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇതൊക്കെ ചെറിയൊരു കാടാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എന്തോ ഒരു തോട്ടോ എസ്റ്റേറ്റോ അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയാണ് നേരത്തെ വെയിറ്റ് ചെയ്തത്. ഞങ്ങൾ ആദ്യം ട്രിപ്പ് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അതായത് 6 days ട്രാവൽ ചെയ്യും, 1 day റെസ്റ്റ് ചെയ്യും. അതിപ്പം മോസ്റ്റ് അത് സൺഡേസ് ആയിരിക്കും. കാരണം സൺഡേസ് ചില ടൂറിസ്റ്റ് സ്പോട്ടെല്ലാം ഭയങ്കര റഷാവും. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ പോയി ചുമ്മാ റഷിൻ്റെ കൂടെ എല്ലാം കാണേണ്ടി വരും. അപ്പം സാറ്റർഡേ സൺഡേ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു റെസ്റ്റ് എന്നുള്ളത് പോലെയാണ് ഇത് പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങൾ ട്രിപ്പ് പെട്ടെന്ന് വന്നുകൊണ്ട് ഈ സൺഡേ നമ്മൾ തഞ്ചാവൂരായിരുന്നു, അതുകൊണ്ട് അന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ പോണ്ടിച്ചേരി ആകുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു പോണ്ടിച്ചേരി ഒന്ന് റെസ്റ്റ് ചെയ്യണം. പോണ്ടിച്ചേരി ഞങ്ങൾ 2 ദിവസം ആക്ച്വലി ഉണ്ട്. ഞങ്ങൾ ഇന്ന് ചെക്ക് ഇൻ ചെയ്തു, നാളെ ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്യും. അതിനുശേഷം നാളെ നൈറ്റും ഉണ്ടാവും. ആദർശ് അലക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് റൂം ഫുൾ അലങ്കോലായിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ ബാഗ് ഒന്ന് അൺപാക്കെല്ലാം ചെയ്ത് വെച്ചായിരുന്നു. ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞ ഉടനെ പുള്ളിക്കാരൻ എടുത്ത ഫാൻ കൊണ്ടുവന്നു. ഇവിടെ ഒരു ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, 5 ആൾക്ക് കിടക്കേണ്ട ബെഡ് ഉണ്ട്. ഇത് ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയ പൈസ കുറച്ച് കുറവാണ്. എന്തോ ഓഫറിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ചതാണെന്നാണ് പറഞ്ഞത്. നല്ല പെരുമാറ്റമാണ് അവരെ സ്റ്റാഫ്. ഇവരൊക്കെ നല്ലോണം റെസ്പോൺസീവാണ്. കാരണം നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് പറഞ്ഞു തരുമെല്ലാം ചെയ്യുന്നുണ്ട്. വാഷ്റൂമൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുണ്ട്. ഇവിടെ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ താമസിക്കുന്നതാണ്. അപ്പം അതിന് കണക്കായിട്ടുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെറിയ റേറ്റിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രാവൽ കുറച്ച് ദൂരം. റൂമിന് ഞങ്ങൾ കൊടുത്തത് 670 ആണ്, 670. Booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. ബുക്കിങ്ങിന് പേയ്മെൻ്റ് ഒന്നും വേണ്ടി വരുന്നില്ല. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് പേയ്മെൻറ്റ് കൊടുത്തത്. നല്ല ഫ്രണ്ട്ലി അപ്രോച്ചാണ്. ഇവരൊക്കെ ഫാമിലി ആയിട്ട് ഇവർ തന്നെ ഇവിടെ തന്നെ റൂമിൽ താമസിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വൈബ് സ്ഥലമാണ്. ഹലോ ഗായ്സ്, വൈകുന്നേരം 6:30 ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നല്ല വിശപ്പുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലേ. അപ്പോൾ ഇനി ടൗണിൽ പോകണം, ഇതിൽ കഴിക്കണം. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന് പറ്റുപോയി. കാരണം ഞങ്ങളുള്ളതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, ടൗണല്ല. ഇവിടെ തൊട്ടാലും പൈസയാണ്. മീൻസ് ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റേൺ കൾച്ചർ ഫുഡാണ് അധികം കാണുന്നത്. ഇനി അതല്ലാതെ നമ്മുടെ ചെറിയ റോട്ടിക്ക് തന്നെ 50 രൂപ, പിന്നെ ദോശക്ക് 140 രൂപ, ഏകദേശം ആ റേഞ്ചിലേ. പിന്നെ കുറേ നടന്ന് ഒരു ഷോപ്പ് കിട്ടി. ഇവിടെ കുറച്ചും കൂടി അഫോർഡബിളാണ്. കുറച്ചും കൂടി അല്ല, അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി താഴെയാണ്. ഇനി ഇവിടെ നിന്ന് കഴിക്കണം ഈ ഫുഡ് പോലും. ഞങ്ങൾക്ക് 2 പേർക്കും. ആദർശം ഒന്നും കഴിക്കുന്നില്ല പോലും, പട്ടിണിയാ പോലും. ഗായ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എൻ്റെ ഫുഡ് ബ്ലോഗ് ഒന്നല്ല, വിശക്കുന്നു. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഉള്ളത്. പച്ചവെള്ളം കുടിച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഗായ്സ് ഒരു ബ്ലാക്ക് ടീ നോക്കിയതാണ്. ബ്ലാക്ക് ടീക്കും 40, ലെമൺ ടീക്കും 40. അവിടെ പിന്നെ ഒരു ലെമൺ ടീ ഞാൻ വിചാരിച്ചു. ഇത് പഞ്ചാര, ഇത് ശർക്കര. ഗായ്സ് ഇന്നത്തെ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റൂമിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി വലത്തെ സൈഡിലേക്ക് കയറി നടന്നു. എല്ലാ സ്ഥലത്തും നടക്കുമ്പോൾ അവിടെ എന്താ പറയുക, നല്ല നല്ല റേറ്റ്.
നടക്കുന്നതിന് ദൂരം അനുസരിച്ചിട്ട് കുറഞ്ഞ് വന്ന് ഇപ്പം നിങ്ങൾ കണ്ട ഫുഡ് ഞങ്ങൾ ഫ്രൈഡ് റൈസ് 200, പിന്നെ ലെമൺ ടീ ആ കഴപ്പ് ഞങ്ങൾ കഴിച്ചു. ലെമൺ ടീ ഒരു 40 രൂപ. കാരണം കൂടുതലാണെന്ന് അറിയാം, കിട്ടിയതിൽ കുറഞ്ഞതായിട്ട് കഴിച്ചു. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക്, അതായത് ഞങ്ങൾ മെയിൻ റോഡിൽ കയറി ആ സ്ഥലത്തെത്തി. അതായത് ലെഫ്റ്റിലേക്ക് നേരില്ല റോഡിൽ നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഒരു തട്ടുകട. ഞങ്ങൾ അവിടെ പോയി നോക്കുമ്പോഴോ മുറ്റത്തൊരു മൈന 30 രൂപക്ക് 5 ഇഡലി. പിന്നെ അതേ സമയത്ത് കുറച്ചപ്പുറത്ത് ഗീ ദോശ, ഇതൊക്കെ ചെറിയ പൈസ. പാതാളെന്നൊക്കെ പറയുന്ന കറക്റ്റ്. അതും ഇത് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നതിന്റെ പകുതി, എന്താ പറയാ, പകുതിന്റെ പകുതി ദൂരമൊന്നുമില്ല. ഞങ്ങൾ ഒന്നിടത്തോട്ട് നോക്കിയിരുന്നെങ്കിൽ ഇത് കണ്ടേനെ. റിലാക്സ് ആവാൻ വേണ്ടി നോക്കിയിട്ട് നല്ല അല്ല എക്സ്പെൻസ് ആയില്ല, അതിനേക്കാൾ ചെറിയ പൈസക്ക് സാധനം കിട്ടുമ്പോൾ ചെലവാക്കുന്നതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ സങ്കടം. ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുമെന്ന്. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ഫ്രം സഹയാത്രികർ.